വീട്ടിൽ വെറുതെ ഇരുന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴാണ് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കി കഴിച്ചാലോ എന്ന് എനിക്ക് ഒരു ആലോചന വന്നത്. എന്നാൽ പിന്നെ ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്തൊരു മോമോ ഉണ്ടാക്കിയാലോ. ആക്ച്വലി ഞാൻ സ്വിഗ്ഗി ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും ഞാൻ ഈ മോമോസ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്നേ വരെ ടേസ്റ്റ് ചെയ്യാത്തൊരു സാധനമാണ് ഈ മോമോസ് എന്ന് പറയുന്നത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഓടിച്ചെന്ന് വീടിനകത്തുനിന്ന് ഒരു മേശ എടുത്ത് പുറത്തിട്ട് മോമോസ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം ഈ മേശപ്പുറത്ത് അങ്ങോട്ട് നിരത്തി വെച്ചിട്ടോ. ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ 250 ഗ്രാം മൈദപ്പൊടി, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ കുറച്ച് പച്ചമുളക്, 2 ഉള്ളി, ഒരു 3 തക്കാളി, പിന്നെ ഒബ്വിയസ്ലി അതിൻ്റെ മീറ്റ്. നമ്മളിവിടെ മീറ്റ് എടുത്തിരിക്കുന്നത് മട്ടനാണ്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മോമോ അല്ല, മട്ടൺ മോമോ ആണ്. അങ്ങനെ ഇൻഗ്രീഡിയൻസ് മൊത്തം മാറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റൗ എടുത്ത് ടേബിളിലേക്ക് വെക്കാം. എന്നിട്ട് നേരെ കുക്കിംഗ് അവിടെ തുടങ്ങാം. ഒബ്വിയസ്ലി ഞാൻ ഈ മോമോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് എനിക്ക് നല്ലൊരു പേടിയുണ്ട്, എങ്ങാനും പാളി പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. എങ്ങാനും പാളിപ്പോയ ഫാത്തിമ കറീസ് വേൾഡ് ഓങ്കരി കുട്ടിച്ചാട്ടം. സോ നമുക്കിതിൽ ആദ്യം വേവിച്ചെടുക്കാനുള്ളത് ഒബ്വിയസ്ലി ഇതിൻ്റെ മീറ്റാണ്. കാരണം മീറ്റ് വെന്തെടുക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. പോരാത്തതിന് ചിക്കനും എല്ലാം മട്ടനുമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമ്മൾ കുറച്ച് മീറ്റ് എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 3 വിസിൽ വേണ്ടിയിട്ട് കിട്ടുന്നില്ലടാ 3 വിസിൽ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി ഇതിൻ്റെ മാവ് സെറ്റാക്കി എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത പരിപാടി, ഇത് കുക്കാവുമ്പോഴത്തേക്കും നമ്മൾ ആ 250 ml മൈദപ്പൊടി എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തു. ഒരുപാട് വേണ്ട, അത് പായസമാവും. ഏത് ഇനിയും ഉണ്ടല്ലേ? ഓ ഇവിടെ ഇനിയും ഉണ്ട് ഗൈസ്, ഞാൻ കണ്ടില്ല. എന്താ കട്ടിമ്പോടോ? അത് കഴുകി ഫുൾ പൊടിയാ, കഴുകടേ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഉപ്പിടും, കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. അതൊന്നും ഞാനല്ലല്ലോ അടുക്കളയിൽ കയറുന്നത്. ഓ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കാല് പൊരിച്ചൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവളെനിക്ക് കുക്ക് ചെയ്ത് ഫസ്റ്റ് ടൈം എനിക്ക് കുക്ക് ചെയ്ത് തന്നിട്ടുള്ള ഒരു കഥ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ചാനലിലുണ്ടോ. ഓക്കെ, അപ്പം അത് മൊത്തത്തിലെടുത്തോ. മോമോ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാക്കിയല്ലോ ഇന്നും 5 എണ്ണം. അത് ശരി, എനിക്കറിയില്ലേ. അത് ഫുള്ള് എടുത്തിട്ട് ഒഴിച്ചോ. കഴിക്കുക എന്താടാ വാ. അനക്കൊരു പണി തരട്ടെ എന്നാല്. എന്താ ഇതൊക്കെ അരിഞ്ഞു. ഈ തക്കാളി അരിയണ്ട. തക്കാളി നമുക്ക് ഈ മൊബൈലിൽ മോമോയിൽ ഇടാനുള്ളതല്ല, നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഉള്ളിയും ഈ ലീവ്സും അരി അങ്ങോട്ട്. കണ്ണിന് വെള്ളം വരുന്നുണ്ടോ? എന്താണ് ചോദിച്ചോളൂ. എന്തത് കിട്ടുന്നില്ല? വീണാസ് കറി വേൾഡ്, ഫാത്തിമാസ് കറി വേൾഡ് എന്ന് പറയുന്നത്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കത്തില്ലേ, അതുപോലെ തന്നെ കുഴച്ചിട്ടെടുക്കാം. ചപ്പാത്തി മാവ് കുഴിക്കുന്ന എങ്ങനെയാ? ചൂടുള്ള ഇതിനോട് വെള്ളം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇത് ശരിയായില്ല, സെറ്റായില്ല. എന്തായി, സെറ്റായോ? അതിലേക്ക് ഇനി കുറച്ച് പുള്ളിക്കാരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫാത്തിമാസ് കറി വെള്ളം ഒഴിച്ചാ മതി. അത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഫുള്ളൊന്ന് പരത്തി, എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു 1/2 മണിക്കൂർ. എൻ്റെ ബോക്സിങ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മാർഷൽ ആർട്സ് ജേണിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഈ തെണ്ടിയാണത് പേര് അക്ഷയ്. ഇവൻ ഓൾമോസ്റ്റ് എത്ര വർഷമാണ് ഗൾഫിൽ? 4.5 വർഷം ഗൾഫിൽ നിന്നുകൊണ്ട് 4.5 വർഷം മുന്നേ അവൻ ഗൾഫിലേക്ക് പോയതാണ്. അതിനുശേഷം അവൻ നാട്ടിലേക്ക് വന്നിട്ടേ ഇല്ല. ഞങ്ങളൊക്കെ വിചാരിച്ചത് അവിടെ ഏതോ ഒരു ഫിലിപ്പീൻസിനെ കല്യാണം കഴിച്ച് അവിടെ കുടുംബമായി ജീവിക്കാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 4.5 വർഷത്തിന് ശേഷം ചെക്കൻ നാട്ടിലെത്തി. അപ്പോൾ എൻ്റെ ഒരു അഡ്രസ്സും കാണാതെ ഇരുന്നപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നാണ്. പക്ഷേ കറക്റ്റ് ടൈമിനാണ് നീ വീട്ടിലേക്ക് വന്നത്. നല്ല മട്ടൻ മോമോസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്.
എനക്കെന്നെ ആദ്യം തരും എന്നിട്ട് അവിടുത്തെ അല്ല ഇത് ഇന്റെ സ്പെഷ്യൽ. ആദ്യം എനിക്ക് തരും എന്നിട്ട് ഒന്നും പറ്റില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ കഴിക്കുള്ളൂ. അങ്ങനെ നമ്മൾ മല്ലി ഇലയും കൂടെ മുറിച്ച് കുനുകുനാന്നെറിഞ്ഞ് നേരെ ഉള്ളിന്റെ ഇതിലേക്ക് എടുത്തിട്ട് കേട്ടോ. പച്ചമുളക് അത് കുറച്ച് മതി. കുനുകുനാന്നറിയണം. അരിയണം. കഴുകിയത് ഈ കാണുന്നവന്റെ വേറൊരു രൂപം കാണിച്ചു തരണോ? ഇതല്ല, ഇത് ഞാൻ ഇവനാണ് ദിവൻ. ഇത് എത്ര വർഷം മുന്നേ 2017 ഫോട്ടോ ആയിരിക്കും ഇത്. ഇത് ഞാൻ, ഇത് നമ്മുടെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ അടിച്ചതിൻ്റെയാണ്. ചൈനീസ് കിൽപ്പോ കരാട്ടെ. അന്ന് ഞാനും ഇവനുമായിരുന്നു ഞങ്ങളുടെ വെയിറ്റിലുണ്ടായിരുന്ന ചാമ്പ്യൻ. അങ്ങനെ 10 വിസിലിന് ശേഷം നമ്മൾ മട്ടൻ നന്നായിട്ട് വേവിച്ചെടുത്തു. ദെൻ ഈ മൈദ മാവ് നന്നായിട്ട് ഞങ്ങൾ പരത്തിയെടുത്തു. ഇതേപോലെ ആക്കിയിട്ടുണ്ട്. മോമോൻ്റെ ഷേപ്പിലാക്കണം. ഉള്ളി, കൊറിയാൻഡർ ലീവ്സ് ഇതേ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മട്ടൻ മൊത്തം ബോൺലെസ് ആക്കി എടുക്കാനോ? ബോൺലെസ് ആക്കി എടുക്കാനല്ല, ചോപ്പ് ചെയ്തെടുക്കണം. മട്ടൻ പീസ്, മട്ടൻ ചെറുപ്പ്, റബ്ബർ പന്ത് മഴയുണ്ട്. അങ്ങനെ നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും കൊറിയാൻഡർ ലീവ്സും പിന്നെ നമ്മുടെ മട്ടനും കൂടെ മിക്സ് ചെയ്യാനായിട്ട് പോവാണ്. കുറച്ച് മതിട്ടോ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് വെള്ളം വെച്ച് ഇതിന് കത്തിക്കണം. കാരണം നമുക്കിനി സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം. ഓക്കെ. അപ്പൊ ഇനി മോമോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഈ സംഭവത്തിൽ നമുക്ക് മസാല മിക്സ് ചെയ്തുകൊണ്ട് ഇതെടുക്കാൻ കിട്ടും. ഇങ്ങനെ പോടാ അവിടുന്ന്. ഇത് എടുക്കാൻ കിട്ടുന്നില്ല. അതാ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇത് മേലെ മേലെ വെക്കാൻ പറ്റൂല എന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ മേലെ മേലെ വെക്കാൻ പറ്റൂല എന്നുള്ള കാര്യം ഓർക്കുന്നുണ്ടോന്ന്? നമുക്ക് ഇതിലിങ്ങനെ വെക്കാം. എങ്ങനെ ഒട്ടിയും കൊണ്ടു ഈശ്വര. മോമോസ് പല ഷേപ്പിലുണ്ട്. ആണ്. ഞാൻ മുട്ടായി ഷേപ്പിൽ ഉണ്ടാക്കുന്നതില് മറ്റേ എവിടുന്നൊക്കെ മോമോ കഴിച്ചത് അല്ല. ഇതിനകത്ത് ഓയിൽ വല്ലതും സ്പ്രെഡ് ചെയ്യണോടാ? ഞാൻ ഉണ്ടാക്കുന്നുണ്ടില്ല, തിന്നിട്ടുള്ളൂ. അല്ല, ഇതിനകത്ത് നൈസായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യട്ടെ ജസ്റ്റ്. അല്ലെങ്കിൽ ഇത് ഇവിടെ എടുക്കാൻ കിട്ടി ഇവിടെ ഒട്ടിപ്പിടിച്ചാലോ? ഇവിടെ ഒട്ടിപ്പിടിച്ചാലോ? അല്ല, അത് വാഴയിലല്ലേ? വാഴയിലോ? അല്ല, വാഴയില വേണ്ട സേഫ്റ്റിക്ക്. മോമോ എന്നുള്ള പേരില് പറയണ്ട, വേറെ എന്തെങ്കിലും പേരിടേണ്ടി വരും. ഞാൻ ഈ കുരിപ്പിന്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഇത് മറ്റേ പരത്തിയിട്ട് മേലെ മേലെ വെച്ചിട്ട് തീർച്ചയായിട്ടും ഒട്ടിപ്പിടിക്കും. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ നമ്മൾ അവസാനത്തെ മോമോയും കൂടെ ഇതിനകത്തേക്ക് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. ഇതിൽ ഈ വൃത്തിയിൽ വെച്ച 3 എണ്ണം ഇവൻ വെച്ചതാണ്. ബാക്കി വെച്ച ഡിസൈൻസും ഫുള്ളും ഈ ഞാൻ വെച്ചതാണ്. അപ്പോൾ ഈ മോമോ വളരെ ബോറാക്കി തന്നത് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് മൂടി വെക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ മോമോൻ്റെ കൂടെ കൂട്ടാനായിട്ട് കുറച്ച് തക്കാളി എടുത്തിട്ട് നമുക്കൊരു ചട്നി ഉണ്ടാക്കി എടുക്കാനായിട്ട് പോവാണ്. ഈ ചട്നി നമ്മൾ മന്തിക്ക് യൂസ് ചെയ്യുന്ന ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് 2 തക്കാളി ചോപ്പ് ചെയ്തതും പിന്നെ ഒരു പച്ചമുളകിൻ്റെ പകുതിയും കുറച്ച് വിനാഗിരിയും കൂടിയാണ്. ഇതെല്ലാം കൂടെ മിക്സിയിലേക്ക് എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് മന്തിൻ്റെ കൂടെ കിട്ടുന്ന സൽത്ത എന്നൊക്കെ പറയുന്ന സാധനം. അങ്ങനെ ഏകദേശം 20 മിനിറ്റ് നമ്മൾ മോമോ സ്റ്റീം ചെയ്ത ശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓ മൈ ഗോഡ്, ഇങ്ങനെയാണോടാ മോമോ ഉണ്ടാവുന്നത്? ഞാൻ കണ്ട മോമോ ഇങ്ങനെയല്ല, ഞാൻ കണ്ട മോമോ ഒന്നുമില്ല. അങ്ങനെ നമ്മളിതാ ഇത്രയും മോമോസ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ 2 മോമോ കൂടെ നമ്മൾ സെറ്റാക്കുന്നു. മുട്ടായി മോമോ
അതെന്റെ മുട്ടായി മോമോ. അറിയാണ്ട് ഈ മോനെ. അപ്പോൾ ഇത്രയും മോമോസ് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ടച്ചിങ്സിനായിട്ട് തൊട്ട് കൂട്ടാനായിട്ട് നമ്മുടെ നേരത്തെ ഇത് നമ്മൾ മന്തിയിൽ ഉപയോഗിക്കുന്ന ടൊമാറ്റോ സോസ് വിത്ത് ഉണ്ട്. ഇത് നമ്മൾ മന്തിയിൽ ഉപയോഗിക്കുന്ന ചട്നിയാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് സൈഡിൽ ഒഴിക്കാം. എന്താ പറയാ, ഇതിന് സലാത്തോ സലത്തോ അങ്ങനെ എന്തോന്ന് പറയുന്നില്ല. സോസ് ഉണ്ട്. ഇനി സോസും കൂടെ ഒഴിക്കി. സോസ് ഒരു സൈഡിൽ ഒഴിച്ചു, എവിടേക്കെങ്കിലും ഒഴിക്കി. മതി 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 മതി. അങ്ങനെ ഫൈനലി നമ്മളിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. മട്ടൺ മോമോ വിത്ത് ഹോം മെയ്ഡ്. അപ്പം എടുത്തോ. ആദ്യം അതിഥി ദേവോ ഭവ. ഓക്കെ. ദുബായിൽ മോമോ ഷോപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, കഴിക്കടാ. സോസിൽ മുക്കി ഉള്ളത് പറയണേ. മസാല ടീലടാ, അതിന് സോസ് മുക്ക്. ഉള്ളില് അങ്ങനെ കൊണ്ടാ സ്റ്റീം എല്ലാം തീരൂലേ. അത് ശരി, അമ്മക്ക് നായിക്ക് ശരി. ടേസ്റ്റ് കയറോ? ടേസ്റ്റ്. എന്നാ പിന്നെ ഞാനായിട്ട് മാറ്റിയേക്കൊന്നുമില്ല. ഞാനെടുക്കട്ടെ. ഞാൻ എനിക്ക് ഈ ചട്നി വേണം. അങ്ങനെ നമ്മൾ ആട് ഫലാത്തിൽ മറ്റേ അവന്റെ വീഡിയോ ഇത് നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. കൊള്ളാം ഗൈസ്, മസ്റ്റ് ട്രൈ. അല്ല, നീ അന്ന് കഴിച്ച ഇതില്ലേ മോമോ, അതിന്റെ ടേസ്റ്റ് ആണോ അത്? അല്ലേ, അത് വേറെ ടേസ്റ്റ്. പക്ഷെ നല്ല ടേസ്റ്റ് അവരെ സോസ് ഡിഫറെന്റ് ആണ്. ഒരു മഞ്ഞ 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 മഞ്ഞൊരു വേറൊരു സാധനം കൂടെ തരും. ഇതൊരു അച്ചാറ് വെച്ചാൽ അച്ചാർ. ഇതിന്റെ മുട്ടായി മോമോ അഭിതേട്ടൻ വരില്ലേ? വരുന്നുണ്ട്. പട വെച്ചിട്ട് ചിലപ്പോൾ തൂക്കിയിട്ടിരിക്കും. അപ്പോൾ മോമോസ് എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ കുറിച്ചോളൂ. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.